ഇന്ത്യൻ സൈനിക വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കുവച്ചതിന് വ്ളോഗർ അറസ്റ്റിൽ. ട്രാവൽ വിത്ത് ജോ എന്ന പേരിൽ യൂട്യൂബിൽ ട്രാവൽ വ്ളോഗ് നടത്തിയിരുന്ന ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയെ ആണ് ഹരിയാനയിലെ ഹിസാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള 25 വയസ്സുള്ള വിദ്യാർത്ഥിയും 24 വയസ്സുള്ള സുരക്ഷാ ജീവനക്കാരനും ഉൾപ്പെടെ 6 പേരെയാണ് ഈ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 33-കാരിയായ ജ്യോതി പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ എഹ്സാൻ ഉൾ റഹീം എന്ന ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും കുറഞ്ഞത് 2 തവണയെങ്കിലും പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2023 ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ രാജ്യം സന്ദർശിക്കാൻ വിസ ലഭിക്കാൻ പോയപ്പോഴാണ് താൻ റഹീമിനെ കാണുകയും അദ്ദേഹവുമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തതെന്ന് ജ്യോതി പോലീസിനോട് പറഞ്ഞു. അതിനുശേഷം 2 തവണ പാകിസ്ഥാനിലേക്ക് പോയതായും റഹീമിന്റെ പരിചയക്കാരനായ അലി അഹ്വാനെ കണ്ടുമുട്ടിയതായും അവർ പറഞ്ഞു. അദ്ദേഹമാണ് രാജ്യത്ത് താമസത്തിനും യാത്രയ്ക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. പാകിസ്ഥാനിൽ വെച്ച് അലി അഹ്വാൻ പാകിസ്ഥാൻ സുരക്ഷാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഞാൻ ഷാക്കിറിനെയും റാണ ഷഹബാസിനെയും കണ്ടു. സംശയം തോന്നാതിരിക്കാൻ ഞാൻ ഷാക്കിറിന്റെ മൊബൈൽ നമ്പർ എടുത്ത് ജാട്ട് രൺധാവ എന്ന പേരിൽ എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. പിന്നീട് ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി വാട്സാപ്പ്, സ്നാപ്ചാറ്റ്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മുകളിൽ പറഞ്ഞ എല്ലാവരുമായി നിരന്തരം ബന്ധം പുലർത്തി ദേശവിരുദ്ധ വിവരങ്ങൾ പങ്കിടാൻ തുടങ്ങി. ജ്യോതി പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ അപകടത്തിലാക്കിയതിനും പാകിസ്ഥാൻ പൗരനുമായി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചതിനും ജ്യോതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജ്യോതി മൽഹോത്രയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. രഹസ്യാന്വേഷണ പ്രവർത്തകന്മാരിൽ ഒരാളുമായി അവർ അടുത്ത ബന്ധം വളർത്തിയെടുത്തു. കൂടാതെ അദ്ദേഹത്തോടൊപ്പം ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് പോയതായും റിപ്പോർട്ടുണ്ട്. ഹരിയാനയിലും പഞ്ചാബിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ചാരശൃംഖലയുടെ ഭാഗമായിരുന്നു ജ്യോതി മൽഹോത്ര എന്ന് അന്വേഷകർ പറഞ്ഞു. മാർച്ചിൽ പോസ്റ്റ് ചെയ്ത യൂട്യൂബ് വീഡിയോയിൽ ജ്യോതി മൽഹോത്ര തന്റെ പാകിസ്ഥാൻ യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങൾ അട്ടാരി വാഗ അതിർത്തി കടക്കുമ്പോൾ വളരെ ആവേശം തോന്നി. ഇതൊരു അവിസ്മരണീയ നിമിഷമാണ്. നിങ്ങൾക്ക് രോമാഞ്ചം തോന്നും. പിന്നെ നിങ്ങൾ ഇന്ത്യൻ രൂപ പാകിസ്ഥാൻ കറൻസിക്ക് പകരം നൽകുന്നു. ഓരോ ഇന്ത്യൻ രൂപയ്ക്കും എനിക്ക് 2.6 പാകിസ്ഥാൻ രൂപ ലഭിച്ചു. എനിക്കൊരു നഷ്ടം സംഭവിച്ചു. അത് 3 ആയിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു, അവർ കൂട്ടിച്ചേർത്തു. ഈ വർഷം പോസ്റ്റ് ചെയ്ത മറ്റ് വീഡിയോകളിൽ അവർ ലാഹോറിലെ തെരുവുകൾ പര്യവേഷണം ചെയ്യുന്നതും റംസാൻ ഭക്ഷണ പര്യടനം നടത്തുന്നതും ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും കാണിക്കുന്നു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വലിയ ഫോളോവേഴ്സ് ഉള്ളയാളാണ് ജ്യോതി. യൂട്യൂബ് ചാനലിൽ ഏകദേശം 3,77,000 ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് 1,32,000 ഫോളോവേഴ്സും ഉണ്ട്. നൊമാഡിക് ലിയോ ഗേൾ, വണ്ടറിംഗ് ഹരിയാൻ വി, പരമ്പരാഗത ആശയങ്ങളുള്ള പഞ്ചാബി മോഡേൺ ഗേൾ എന്നാണ് അവരുടെ യൂട്യൂബ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലെ ബയോയിൽ നൽകിയിരിക്കുന്നത് ഇന്ത്യയിലുടനീളവും ഇന്തോനേഷ്യ, ചൈന തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപകമായി സഞ്ചരിച്ചതായാണ് അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. Subscribe to One India and never miss an update.